السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ബഹുമാനമുള്ള ഉസ്താദുമാർ, പ്രിയമുള്ളവരെ, അജ്മീറിൻ്റെ ആദ്യ ദിനത്തെ പ്രൗഢമായ പ്രഭാഷണം ബഹുവന്യരായ പേരോട് ഉസ്താദ് അവറുകൾ നടത്താനിരിക്കുന്നു. ഉസ്താദ് അവറുകൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഈ സദസ്സിൻ്റെ പുറംഭാഗത്തൊക്കെ ഇരിക്കുന്ന ആളുകൾ, അവിടെ നിൽക്കുന്നവരും വെറുതെ ഇരിക്കുന്നവരൊക്കെ സദസ്സിലേക്ക് കടന്നിരുന്ന് ഈ സദസ്സ് ഭംഗിയാക്കണം. ബഹുവന്യരായ ഉസ്താദ് അവറുകൾ നമ്മുടെ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. പ്രൗഢമായ പ്രഭാഷണം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിന്റെ മജ്ലിസിൽ അതിൻ്റെ അതവോടുകൂടെ ഇരിക്കാനും ആ അറിവുകൾ ജീവിതത്തിൽ പകർത്താനൊക്കെയുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നേരത്തെ നടന്ന പ്രഭാഷണങ്ങളിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ സൗന്ദര്യം, അള്ളാഹുവിനോടും അടിമകളോടും എങ്ങനെ വർത്തിക്കണമെന്നും മുസ്ലിമിന്റെ ജീവിതം എങ്ങനെയാകണമെന്നും അഹ്ലുസുന്നത്തി വൽ ജമാഅ ആ സുന്ദരമായ ആശയം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പാരമ്പര്യ വിശ്വാസ സംഹിതകളെ, യഥാർത്ഥ വിശ്വാസത്തെ ഉൾക്കൊള്ളുക, അത് മുഅ്മിനാണ്, മുഅ്മിനായ മനുഷ്യന് വേണ്ടതാണ്. യാ അയ്യുഹല്ലദീന ആമനു ആമിനു, ഓ വിശ്വാസികളെ, യഥാർത്ഥ വിശ്വാസം ഉൾക്കൊള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആദ്യമായി പരിഗണിക്കുന്നത് വിശ്വാസമാണ്. ഇന്ന് വിശ്വാസത്തെ ചോദ്യം ചെയ്ത് പാരമ്പര്യ മുസ്ലിമീങ്ങളുടെ, അഹ്ലുസുന്നയുടെ പഴയകാലം മുതലേ ആചരിച്ചു വരുന്ന അഹ്ലുസുന്നയുടെ ആശയങ്ങളെ ചോദ്യം ചെയ്യുന്നവർ അവിടെയും ഇവിടെയൊക്കെ ആയി ഉണ്ട്. ആ ശബ്ദങ്ങളെ ഗൗനിക്കാതെ നമ്മുടെ പൂർവപിതാക്കൾ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ, നമ്മൾ അനുസ്മരിക്കുന്ന ഖാജാത്തങ്ങൾ അടക്കമുള്ള ഔലിയാക്കൾ കൈമാറി തന്ന യഥാർത്ഥ വിശ്വാസം, അത് നമ്മെ മരണം വരെ നയിക്കണം. അങ്ങനെ ആ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരോടൊന്നിച്ച് സ്വർഗത്തിൽ നമുക്ക് സന്തോഷത്തോടുകൂടെ ഉല്ലസിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വിശ്വാസമാണ് ഒന്നാമതായി നാം ശരിപ്പെടുത്തേണ്ടത്. ഈമാൻ ഉള്ള മനുഷ്യൻ പിന്നെ ചെയ്യേണ്ടത് വഅമിലു സ്വാലിഹാത്ത്, നല്ല കർമ്മങ്ങൾ അവനിൽ നിന്നുണ്ടാകണം. അത് അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടിയുള്ള കർമ്മങ്ങളാകണം. നിസ്കാരവും നോമ്പും സകാത്തും അങ്ങനെ നിർബന്ധമായ അമലുകളും ഐച്ഛികമായി നാം ചെയ്യേണ്ട അമലുകൾ ഇഖ്ലാസോടെ അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കാംക്ഷിച്ച് നാം നല്ല അമലു സാലിഹാത്തുകൾ ജീവിതത്തിൽ ചെയ്തു വാരിക്കൂട്ടണം. കുറഞ്ഞ കാലമുള്ള ഈ ആയുഷ്കാലത്ത് ധാരാളം നന്മകൾ നാം ചെയ്തു വെക്കണം. മഹാനായ ശിബിലി റളിയല്ലാഹു തആല അൻഹു പറയുന്നത് പോലെ വഅമൽ ലി ആഖിറതിക ബിഖദ്രി മഖാമിക ഫീഹാ, നാളെ എത്ര കാലം നിനക്ക് ജീവിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അത്ര കാലത്തേക്കുള്ള സമ്പാദ്യം ഇവിടെ നിന്ന് ഉണ്ടാക്കി വെക്കണം. വഅമൽ ലി ദുനിയാക ബിഖദ്രി മഖാമിക ഫീഹാ, ഭൗതിക ലോകം നശ്വരമാണ്, കുറഞ്ഞ കാലമാണ്. ദീർഘമായ ഒരു യാത്രയിലെ തണലിനു വേണ്ടി ഒരു മരച്ചുവട്ടിലിരിക്കുന്ന ആൾ എത്ര സമയമാണോ ഒന്ന് വെയിൽ ഏറ്റ മനുഷ്യൻ തണലിനു വേണ്ടി ഇരിക്കുന്നത്, അത്ര സമയമേ ഇവിടെയുള്ളൂ. ഇനി എത്രയോ കാലം സഞ്ചരിക്കാനുണ്ട്. ഖബറിൽ ഒരുപാട് കാലമുണ്ട്. പിന്നീട് മഹ്ശറയും പിന്നീട് അങ്ങോട്ടുള്ള സ്വർഗവും അതെല്ലാം കാലകാലമാണ്. അങ്ങോട്ടേക്കുള്ളത്
നിനക്ക് എത്രമാത്രം കാലം അവിടെ താമസിക്കണമെന്നാണ് നീ വിചാരിക്കുന്നതെങ്കിൽ അത്രമാത്രം കാലത്തേക്കുള്ളത് അധ്വാനിച്ചു വെക്കണം എന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി മഹത്തുക്കൾ റിപ്പോർട്ട് ചെയ്തതായി കാണുന്നു. നാം നമ്മുടെ അമലുകൾ നന്നാക്കി അല്ലാഹുവുമായുള്ള ബന്ധം സുദൃഢമാക്കണം. അതിന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ദീനിന്റെ പ്രബോധനത്തിൽ ആദ്യകാലത്ത് ഈ ആശയത്തെ പ്രബോധനം ചെയ്യുമ്പോൾ മദീനയിൽ വെച്ച് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ആളുകളോട് ഉപദേശിച്ചത് അഫ്ശുസ്സലാം വഅത്ഇമുത് തആം വസിലുൽ അർഹാം വസല്ലു, ആളുകൾക്ക് ജീവിക്കാൻ ആവശ്യമായ നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അല്ലാഹുവുമായുള്ള ബന്ധം സുദൃഢമാക്കാൻ നല്ല നല്ല സുഹൃതങ്ങൾ ധാരാളം ചെയ്തു വെക്കണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇബാദത്ത്, ഈമാനും ഇബാദത്തും നമുക്ക് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അതോടൊപ്പം നമ്മുടെ സ്വഭാവം നമ്മൾ നന്നാക്കണം. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, സ്വഭാവ മഹിമ കൊണ്ടാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ലോകത്തെല്ലായിടത്തും പ്രചരിച്ചത്. അല്ലാതെ മറ്റെന്തെങ്കിലും ഭീകരമായ പ്രവർത്തനങ്ങളെ കൊണ്ടല്ല. നല്ല സ്വഭാവമാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അനുചരരായ അശജ് അബ്ദുൽ ഖൈസ് എന്നവരോട് പറഞ്ഞു, ഇന്ന ഫീക ലഖസ്ലതൈൻ, നിങ്ങളിൽ രണ്ട് സ്വഭാവമുണ്ട്. യുഹിബ്ബുഹുമുല്ലാഹ്, അല്ലാഹു തആല അത് വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ രണ്ട് സ്വഭാവം അൽ ഹിൽമു വൽ അനാത്ത്, അതൊന്ന് നല്ല സഹനമാണ്. എന്തു വന്നാലും നേരത്തെ ചുള്ളിക്കോട് ഉസ്താദ് പറഞ്ഞതുപോലെ നല്ല സഹനമാണ്. ഖാജയുടെ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ വല്ലാത്ത പ്രയാസമുള്ള ഘട്ടത്തിൽ പോലും അവിടുന്ന് സ്വീകരിച്ച നല്ല സ്വഭാവം, ആളുകളെ ആകർഷിക്കുന്ന ആ മഹത്തായ സ്വഭാവത്തെ ഇവിടെ നേരത്തെ വരച്ചു കാണിച്ചു. അതാണ് ദാഇകളായ നമുക്ക് പ്രത്യേകമായും വേണ്ടത്. നമ്മൾ ഈ കാലത്തിന്റെ പ്രബോധകരാണ്. നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിനകത്തും പുറത്തും ഇസ്ലാമിന്റെ സന്ദേശത്തെ എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പ്രത്യേകമായ ഒരു പ്ലഡ്ജ് എടുത്ത് പ്രതിജ്ഞ എടുത്തവരാണ്. നമ്മൾ അഭിമുഖീകരിക്കുന്ന ജനങ്ങളിൽ പല വിധത്തിലുള്ള ആളുകൾ ഉണ്ടാകും. പെട്ടെന്ന് നമ്മോട് തട്ടിക്കയറുന്നവരും നമ്മെ പ്രകോപിപ്പിക്കുന്ന സ്വഭാവമുള്ളവരുണ്ടാകും. അവർക്ക് മുമ്പിൽ സ്നേഹത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് ഏത് ആപൽഘട്ടത്തിലും പ്രതികരിക്കാനുള്ള നല്ല മനോഭാവം പ്രബോധകരായ നമുക്ക് വേണ്ടതുണ്ട്. നമുക്ക് പ്രബോധകർക്ക് മാത്രമല്ല, എല്ലാവർക്കും ആവശ്യമാണ്. ജീവിതത്തിലെ ഏത് ആപൽഘട്ടത്തിലും നല്ല പുഞ്ചിരിക്കുന്ന സ്വഭാവം, മറ്റുള്ളവരെ ആകർഷിക്കുന്ന മനോഹരമായ സ്വഭാവത്തിന്റെ ഉടമകളാകണം വിശ്വാസികളായ നാം. നമ്മെ കണ്ടുവേണം ഇസ്ലാമിലേക്ക് ആളുകൾ വരാൻ. ഇന്ന് മുസ്ലിങ്ങൾ ഏറെയുണ്ട്, അവരിൽ ഇസ്ലാമില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദികൾ നമ്മളാണ്. നമ്മളിൽ ആ ഇസ്ലാമിന്റെ സ്വഭാവം യഥാർത്ഥ രൂപത്തിൽ നിലനിൽക്കണം. അതിന് വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സഹിക്കുകയും പൊറുക്കുകയും ചെയ്യുക എന്നത്. എത്ര തന്നെ പ്രകോപിപ്പിച്ചാലും, നമ്മെ എന്ത് ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കാൻ വേണ്ടി വന്നാലും നല്ല ക്ഷമ വേണം, വിട്ടുവീഴ്ച വേണം. അലാ അദുല്ലുക്കും അലാ അഫ്ളലി അഖ്ലാഖിൽ അവ്വലീന വൽ ആഖിരീൻ, നിങ്ങൾക്ക് മാലോകരുടെ മുഴുവൻ സ്വഭാവങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവം ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു കൊടുത്ത സ്വഭാവമാണ്, നിങ്ങളോട് ആരെങ്കിലും അക്രമപരമായി പെരുമാറിയാൽ അവർക്ക് നിങ്ങൾ അഫ്വു ചെയ്തു കൊടുക്കണം. വതഅഫു അമ്മൻ ളലമക, നിങ്ങളോട് അക്രമം കാണിച്ചവരും നിങ്ങളെ പ്രകോപിപ്പിച്ചവരും അവർക്കെല്ലാം
നല്ല അഫുവിന്റെ സ്വഭാവം നിങ്ങൾക്കുണ്ടാകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം. ഇഹ്യയിൽ ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു കൊണ്ടുവരുന്ന ഒരു സംഭവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സമയം വല്ലാത്ത ചിരിയിരിക്കുന്നത് സ്വഹാബത്ത് കണ്ടു. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ അങ്ങ് എന്താണ് ഇങ്ങനെ ചിരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നു, ഓ സ്വഹാബത്തെ, എന്റെ 2 അടിമകൾ അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്ന് തർക്കിക്കുന്നത് ഞാൻ കണ്ടു. തർക്കിക്കുന്നതിലല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചത്. ആ തർക്കത്തിന്റെ കാരണത്താൽ അല്ലാഹു തആല അവരോട് ചോദിച്ചു, എന്താണ് തർക്കം? അല്ലാഹുവിന്റെ മുമ്പിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, റജുലാനി മിൻ ഉമ്മത്തി ജസയാ ബൈന യദയ റബ്ബിൽ ഇസ്സ ഫഖാല അഹദുഹുമാ യാ റബ്ബി ഖുദ് ലി മദ്ലമതി മിൻ ഹാദാ. ഭൗതിക ലോകത്ത് ഈ മനുഷ്യൻ എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അന്നൊന്നും അവിടുന്ന് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ആഖിറത്തിൽ എനിക്ക് എന്നെ ആക്രമിച്ച ഈ മനുഷ്യനിൽ നിന്ന് പ്രത്യുപകാരം എന്തെങ്കിലും വാങ്ങിത്തരണം. അല്ലാഹു തആല ആക്രമിച്ച ഈ മനുഷ്യനോട് പറഞ്ഞു, നീ ഭൗതിക ലോകത്ത് വെച്ച് ആക്രമിച്ചതിന് പകരം ഇവിടുന്ന് കൊടുക്കണം. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവേ, എന്റെ കയ്യിലൊന്നുമില്ല. യാ റബ്ബി ലം യബ്ഖലി മിൻ ഹസനാതി ശൈഉൻ. എന്നിൽ ഒരു നന്മയുമില്ല, ഒന്നും കൊടുക്കാനില്ല. ആ സമയത്ത് അല്ലാഹു തആല പരാതിക്കാരനോട് ചോദിക്കുന്നു, എന്തു ചെയ്യാനാണ് നീ? കൈഫ തസ്നഉ ബി അഖീക വലം യബ്ഖലഹു മിൻ ഹസനാതിഹി ശൈഉൻ. ഒന്നും തന്നെ തിരിച്ചു തരാനില്ലല്ലോ, അതുകൊണ്ട് ഇനി എന്തു ചെയ്യും? ആ സമയത്ത് ഈ മനുഷ്യൻ പറഞ്ഞു, എന്നാൽ യാ റബ്ബി ഫൽയഹ്മിൽ അന്നി മിൻ ഔസാരി. അയാളിൽ നിന്നൊന്നും എനിക്ക് തിരിച്ചു തരാനില്ലെങ്കിൽ ഞാൻ എന്റെ ജീവിതകാലത്ത് ചെയ്തു പോയ ഒരുപാട് തിന്മകളുണ്ട്. ആ തിന്മകൾ എന്റെ സയ്യിആത്തിന്റെ മീസാനിൽ ഖനം തൂങ്ങിപ്പോകും. അതുകൊണ്ട് അതെടുത്ത് ഇദ്ദേഹത്തിന് കൊടുക്കണം, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരണം. ഇത് പറഞ്ഞപ്പോൾ ഹബീബായ തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ട്. മുത്തുനബി പറയുകയാണ്, സുമ്മ ഫാലത്ത് ഐനാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ ബുകാഇ. ഇത് പറഞ്ഞിട്ട് നബി തങ്ങൾ കരയുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഇന്ന ദാലിക ലയൗമുൻ അളീമുൻ യൗമുൻ യഹ്താജുൻ നാസു ഫീഹി ഇലാ അൻ യുഹ്മല അൻഹും മിൻ ഔസാരിഹിം. ഇത് വല്ലാത്തൊരു ദിവസമാണ്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് മനുഷ്യൻ ആലോചിക്കുന്ന ദിവസമാണ്. എന്റെ തിന്മയെടുത്ത് മറ്റാർക്കെങ്കിലുമൊക്കെ വിതരണം ചെയ്ത് ഞാനൊന്ന് രക്ഷപ്പെടുമോ എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ദിവസമാണ് ആ ദിവസം. മുത്തുനബി ഇത് പറഞ്ഞ് കരയുകയാണ്. ഓരോരുത്തരും അവന്റെ കാര്യം മാത്രം ആലോചിക്കുന്ന ദിവസം. ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുമോ? എന്റെ തിന്മകൾ ആർക്കെങ്കിലും കൊടുത്ത് ഞാനൊന്ന് രക്ഷപ്പെടുമോ എന്ന് ചിന്തിക്കുന്ന സമയമാണ്. ഇങ്ങനെ ആഗ്രഹിക്കുന്നൊരു സമയം ഈ മനുഷ്യൻ പറഞ്ഞു, അല്ലാഹുവേ, എനിക്ക് അദ്ദേഹം എന്നോട് ഭൗതിക ലോകത്ത് ചെയ്തതിന് പകരം വേണം. ഒന്നും തരാനില്ലെങ്കിൽ എന്റെ തിന്മകളെടുത്ത് കൊടുത്തോളണം അല്ലാ. ആ സമയത്ത് അല്ലാഹു തആല ഈ മനുഷ്യനോട് പറയുന്നു, ഓ മനുഷ്യ, ഇർഫഅ ബസറക ഫൻളുർ ഫിൽ ജിനാൻ. നീ നിന്റെ കണ്ണൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ട് നോക്കണം. ഒന്ന് അങ്ങോട്ട് നോക്കൂ. ഈ മനുഷ്യൻ അവിടെ നോക്കിയപ്പോ കാണുന്നത് ഫഇദാ, അവിടെ അതാ കാണുന്നു. അദ്ദേഹം നോക്കിയിട്ട് പറയാണ്, ഫഖാല യാ റബ്ബി അറാ മദാഇന മിൻ ഫില്ല വഖുസൂറൻ മിൻ ദഹബ് മുകല്ലലതൻ ബില്ലുഉൽ ലിഅയ്യി നബിയ്യിൻ ഹാദാ ഔ ലിഅയ്യി സിദ്ദീഖിൻ ഔ ലിഅയ്യി ഷഹീദിൻ ഹാദാ. അല്ലാഹുവേ, ഞാൻ നല്ലൊരു കൊട്ടാരം കാണുന്നു, സ്വർണത്തിന്റെ മണിമാളികകൾ കാണുന്നു, നല്ലൊരു തോട്ടത്തിലാണ്. ഇതേതു പ്രവാചകന്റെ ഭവനമാണ്? ഇതേതെങ്കിലും ഒരു ഷഹീദിന്റെ ഭവനമാണോ? ഇതാർക്കുള്ളതാണ്? അല്ലാഹ്
തന്റെ ജീവിതത്തിൽ തന്നെ ആക്രമിച്ചവനിൽ നിന്ന് പകരം ചോദിക്കാൻ വന്ന മനുഷ്യനാണ്. സ്വർഗത്തിൽ ഈ നല്ല കാഴ്ച കാണുകയാണ്. ചോദിക്കുന്നു, അല്ലാ ഇതാർക്കുള്ളതാണ്? അപ്പൊ അല്ലാഹു തആല പറയുന്നു, ഇത് നല്ല വില കൊടുക്കുന്നയാൾക്കുള്ളതാണ്. ലിമൻ അഅത സമൻ, ഇത് വാങ്ങാനുള്ള പണമുള്ളവൻ ഞാൻ കൊടുക്കും. ഈ നല്ല മണിമാളികകൾ ഇതിനുള്ള പണം നൽകിയവനുള്ളതാണ്. അപ്പൊ ഈ മനുഷ്യൻ ചോദിക്കുകയാണ്, യാ റബ്ബ് വമൻ യംലികു ദാലിക, ഇത്ര സുഖാഡംബരമുള്ള ഈ ഭവനം വാങ്ങാൻ ആരെ കയ്യിലാണ് കാശുള്ളത്? അല്ലാഹു തആല പറഞ്ഞു, അൻത തംലികുഹു, നിനക്കുണ്ടത്, നിന്റെ കയ്യിൽ ആ കാശുണ്ട്, നിനക്കത് കൊടുത്തു വാങ്ങാം. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, മോനെ, നീ ഈ ഭവനം കൈക്കലാക്കാൻ, നിന്റേതാക്കാൻ നീ ചെയ്യേണ്ട, നീ നൽകേണ്ട പണം ബിഅഫ്വിക അൻ അഖീക്, നിന്റെ സഹോദരൻ നിന്നെ ആക്രമിച്ചതിന് പകരം ചോദിക്കാൻ വന്നവനല്ലേ, അത് തിരിച്ചൊന്നും ചോദിക്കാതെ അതങ്ങ് വിട്ടു പുറത്തു കൊടുക്കുക, അഫ്വ ചെയ്തു കൊടുക്കുക. അഫ്വ ചെയ്താൽ നിനക്ക് ഈ മണിമാളിക സ്വന്തമാക്കാനുള്ള വിലയാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു. ആ സമയം ഈ മനുഷ്യൻ ഉടനെ പറഞ്ഞു, അല്ലാഹുവേ ഖദ് അഫൗതു അൻഹു, ഇപ്പൊ തന്നെ ഞാൻ പുറത്തു കൊടുത്തു, ഇനി വൈകിക്കില്ല, ഞാനിപ്പോൾ തന്നെ അത് പുറത്തു കൊടുത്തു. അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും അത് കിട്ടണം എന്ന ആശയിൽ ഈ ഒരു തെറ്റു ചെയ്തവനെ, ആക്രമിച്ചവനെ, വെറുപ്പിച്ചവനെ, ഏതെങ്കിലും ഒരു നിലയ്ക്ക് നമ്മളെ പ്രയാസപ്പെടുത്തിയവനെ തിരിച്ചു ചോദിക്കണമെന്ന് ആഗ്രഹിക്കാതെ അദ്ദേഹത്തിന് അഫ്വ ചെയ്തു കൊടുത്താൽ കിട്ടുന്ന വലിയ ഫലം അല്ലാഹു തആല മനുഷ്യന് കാണിക്കുകയാണ്. ഉടനെ അദ്ദേഹം അഫ്വ ചെയ്തു കൊടുത്തു. അല്ലാഹു തആല ഉടനെ പറഞ്ഞു, ഖുദ് ബിയദി അഖീക, നിന്റെ ഈ കൂട്ടുകാരന്റെ കൈ നീ പിടിക്കുക, എന്നിട്ട് ഫഅദ്ഖിൽഹുൽ ജന്ന, നീ അദ്ദേഹത്തെയും കൂട്ടിയിട്ട് സ്വർഗത്തിൽ കടക്കൂ. ഈ രംഗം കണ്ടാണ് ഞാൻ ചിരിക്കുന്നത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് അല്ലാഹുവിന്റെ ഹബീബിന്റെ വല്ലാത്തൊരു ചര്യയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരോടും പറഞ്ഞ നല്ലൊരു സ്വഭാവമാണ്. ആരോടും ഒരു വിദ്വേഷവുമില്ലാതെ, ആരോടും പകരം ചോദിക്കലില്ലാതെ, നല്ല സ്ഫുടമായ ഖൽബ് കൊണ്ട് ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? വദാലിക സുന്നതി, അത് എന്റെ ചര്യയാണ്. നല്ല സഹനത്തിന്റെ സ്വഭാവം, അഫ്വിന്റെ മനോഭാവം അത് നമുക്ക് വേണം. ഇന്ന ഫീക ലഖസ്ലതൈനി യുഹിബ്ബുഹുമുല്ലാഹ് അൽ ഹിൽമു വൽ അനാതു, ഒന്ന് നന്നായി സഹിക്കുക എന്നതാണ്. പ്രബോധനത്തിന്റെ വഴിയിൽ ഇറങ്ങുന്നവർക്ക് ധാരാളം സഹിക്കേണ്ടി വരും. പഴയ കാലത്തെ ചരിത്രങ്ങളൊന്നും നമ്മളെ മുമ്പിൽ പറയേണ്ട ആവശ്യമേ ഇല്ല. നമ്മുടെ എല്ലാവരുടെയും ശൈഖുന ഉസ്താദ് അവറുടെ ജീവിതത്തിലെ പഴയകാല ചരിത്രങ്ങൾ ഇപ്പോഴും ഉസ്താദ് അവറുടെ ജീവിതത്തെ ഒന്ന് ശരിയായി വായിക്കുന്നവർക്ക് അത്തരം പ്രകോപനത്തിന്റെ, പ്രയാസപ്പെടുത്തലിന്റെ, ബുദ്ധിമുട്ടിക്കലിന്റെ, ആക്രമണങ്ങളുടെ ഒരുപാട് ഏടുകൾ നമുക്ക് വായിക്കാൻ പറ്റും. അതെല്ലാം തരണം ചെയ്തത് നല്ല പുഞ്ചിരിക്കുന്ന മുഖം കൊണ്ട്, നല്ല സ്നേഹത്തോടുള്ള പ്രതികരണം കൊണ്ടാണ്. തന്റെ ആശയം പറയുന്നതിൽ ഒരിക്കൽ പോലും മടി കാണിക്കാതെ ഏത് സ്ഥലത്തു വെച്ചും അല്ലാഹുവിന്റെ ദീനിന്റെ സുന്ദരമായ ആശയത്തെ നല്ല ഭാഷയിൽ അവതരിപ്പിക്കുകയും ആ ഈമാൻ, ഉറച്ച ഈമാൻ, അതോടൊപ്പം തന്നെ തവക്കുലിന്റെ ഉന്നതമായ സ്ഥാനത്തിരുന്നു കൊണ്ട് നല്ല രീതിയിൽ പെരുമാറിയപ്പോൾ വലിയൊരു ചരിത്രം ഉണ്ടാക്കാൻ നമ്മുടെ ശൈഖുന ഉസ്താദ് അവർക്ക് സാധിച്ചിട്ടുണ്ട്. ആ ജീവിതത്തിൽ നിന്നാണ് പ്രബോധകരായ വളർന്നു വരുന്ന നമ്മളെല്ലാവരും പുതിയ പുതിയ പാഠങ്ങൾ പഠിക്കേണ്ടത്. അങ്ങനെ ദീനിന്റെ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പ്രത്യേകിച്ചും, അല്ലാത്ത പൊതുവെ എല്ലാ മുസ്ലിമീങ്ങളും നല്ല സ്വഭാവത്തിന്റെ ഉടമകളാകണം. അസ്ഖലു അഅമാലി
അസ്ഖലു അഅമാലിൻ ഫിൽ മീസാൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മുഅ്മിനിന്റെ നന്മയുടെ ത്രാസിൽ ഏറ്റവും നല്ല കനം തൂങ്ങുന്ന അമൽ ഹുസ്നുൽ ഖുൽഖ്, അത് നല്ല സ്വഭാവമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കേവലം ഒരു പ്രസ്താവനയല്ല, ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ആ നല്ല സ്വഭാവം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. ക്ഷമിക്കുന്നതും പൊറുക്കുന്നതും, അതോടൊപ്പം നേരത്തെ പറഞ്ഞ അൽ അനാത്ത് എന്നത് എടുത്തുചാട്ടങ്ങളില്ലാതെ സംയമനത്തോടെ കാര്യങ്ങളെല്ലാം പഠിച്ച് നന്നായി വിഷയങ്ങൾ ഗ്രഹിച്ചതിനു ശേഷം മാത്രം പ്രതികരിക്കുന്ന എടുത്തുചാട്ടങ്ങളില്ലാത്ത പ്രതികരണമാണ് നല്ല വിശ്വാസിയിൽ ഉണ്ടാകേണ്ടത്. അത് നല്ല സ്വഭാവമാണ്, അള്ളാഹുവിന് പെരുത്തിഷ്ടമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ എല്ലാവരെയും പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നാം ആ നല്ല സ്വഭാവങ്ങൾ ഏറ്റെടുക്കണം. അതേ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ വിശദീകരണങ്ങൾ ആക്രമിച്ചവർക്ക് അഫൂ ചെയ്തു കൊടുക്കുക എന്നതിനു പുറമെ വതസിലു മൻ ഖതഅക, നിങ്ങളോട് പിണങ്ങിയവരോട് അങ്ങോട്ട് പോയി ഇണങ്ങുക, നിങ്ങളോട് ബന്ധം വിച്ഛേദിച്ചവരെ അവരെ പിന്നെ ഒരിക്കലും പിന്നെ മിണ്ടില്ല എന്ന വാശിയല്ല, അങ്ങോട്ട് പോയി നല്ല നല്ല പെരുമാറ്റത്തിലൂടെ അവരോട് ആ ബന്ധം ഊട്ടിയുറപ്പിക്കാനുള്ള ശ്രമം. കാരണം ബന്ധം അത് വല്ലാത്ത ബറക്കത്തുള്ള ഒരു കാര്യമാണ്. വീടുകളിൽ, കുടുംബങ്ങളിൽ, അയൽപക്കങ്ങളിൽ ആ നല്ല ബന്ധങ്ങൾ സുദൃഢമായാൽ അവർക്ക് വല്ലാത്തൊരു റാഹത്തും സന്തോഷവും ജീവിതത്തിൽ ഉണ്ടാകും. നല്ല ബന്ധം വേണം. ഇത് റജബ് മാസമാണ്, ശഅബാനും റമളാനുമാണ് വരുന്നത്. ഈ നല്ല സമയങ്ങളിൽ നമ്മൾ എടുക്കുന്ന ഇബാദത്തുകൾക്കൊക്കെ ആ പത്തര മാറ്റി ലഭിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ അതിന് സൗന്ദര്യം നൽകുന്നത് ആയിട്ടുണ്ട്. അത് നമ്മുടെ കയ്യിൽ വേണം. അള്ളാഹുവിന്റെ അടുക്കൽ മുഅ്മിനായ മനുഷ്യന്റെ ഇബാദത്തുകളും ദുആകളും ഒക്കെ സ്വീകരിക്കണമെങ്കിൽ ചില മാനദണ്ഡങ്ങൾ. അവർ ബന്ധത്തിന് വില കൽപ്പിക്കുന്നവരാണ്. ഖാത്തിഉർ റഹിമിന്റെ ദുആ പോലും സ്വീകരിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബന്ധങ്ങളെ നാം നല്ല സുദൃഢമാക്കണം. അത് അയൽപക്ക ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, ജീവിതത്തിൽ നാം ബന്ധപ്പെടുന്ന എല്ലാവരോടും നല്ല പുഞ്ചിരിയോടുകൂടെ പെരുമാറാൻ നമുക്ക് സാധിക്കണം. അത് നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കും, നമ്മുടെ ജീവിതത്തിൽ നല്ല റാഹത്തുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എപ്പോഴാണ് ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്നത്? നമ്മുടെ ഖൽബിൽ എന്തൊക്കെയോ ഉണ്ടാകുമ്പോഴാണ്. പലരോടും വിദ്വേഷം, പലതിലും അസൂയ, പലതിലും നമുക്ക് എന്തൊക്കെയോ ഒരു മുറുമുറുപ്പ്. അങ്ങനെയാണ് നമ്മുടെ ഖൽബിന് ഒരു അസ്വസ്ഥത ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാം ഫ്രീ ആയിട്ട്, ആരോടൊരു കുഴപ്പമില്ല, എന്ത് വന്നാലും അൽഹംദുലില്ലാ അത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതാണല്ലോ എന്ന നല്ല തീർച്ച അത് നമ്മുടെ ഖൽബിലുണ്ടായാൽ പിന്നെ നമുക്കൊരു പ്രശ്നമില്ല, ടെൻഷനില്ല, വിഷമങ്ങളില്ല. എന്തിനും ഏതിനും നമ്മൾ കുറെ ഇങ്ങനെ ആലോചിച്ചുണ്ടാക്കി എടുക്കുമ്പോ നമുക്കൊരു റാഹത്തും കിട്ടൂല. എത്ര സമ്പത്തുണ്ടായാലും, എത്ര ആരോഗ്യമുള്ള മനുഷ്യനാണെങ്കിലും അവന് എന്നും ടെൻഷനാണ്. നമ്മളൊന്ന് മെഡിക്കൽ കോളേജിലോ ഹോസ്പിറ്റലുകളിലോ എവിടെയെങ്കിലൊക്കെ ഒന്ന് പോയി 5 മിനിറ്റോ 15 മിനിറ്റോ ഇരുന്നാൽ നമുക്ക് അത്ര അൽഹംദുലില്ലാ പറയാൻ തോന്നുമെന്നറിയോ? കാരണം കൈകാലുകൾ ഛേദിക്കപ്പെട്ടവർ, ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും മാരകമായ അസുഖമുള്ളവർ, നമുക്ക് പിന്നെ വലിയ സ്വപ്നങ്ങളൊന്നും ഉണ്ടാകില്ല. പടച്ച റബ്ബേ നീ ഇതെല്ലാം തന്നല്ലോ എന്ന നല്ലൊരു അൽഹംദുലില്ലാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്ക് സാധിക്കും. എത്ര എത്ര ആളുകളാണ് വല്ലാതെ വിഷമിക്കുന്ന ആളുകളുള്ളത്. എന്റെ കുടുംബത്തിൽ എന്റെ മൂത്തുമ്മയുടെ മകളുടെ ഭർത്താവ് ഇപ്പോ ഹോസ്പിറ്റലിലാണ്. കാലിൽ ചെറിയൊരു മുറിവ് വന്നതാണ്. ആ മുറിവ് ഡോക്ടറെ കാണിച്ചപ്പോ ഉണങ്ങിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു നന്നായിട്ട് ഫംഗസ് ഉണ്ട്, നല്ല പ്രശ്നമുണ്ട്, പഴുപ്പിങ്ങനെ ഉണങ്ങാതെ പ്രയാസത്തിലാണ്. ഇതങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ ഇത് പഴുപ്പ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് കാലിന്റെ തള്ളവിരൽ മുറിച്ചു മാറ്റണം. ആർക്കും സാധിക്കൂലത്. തന്റെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സുഖം
അത് ചെറിയൊരു വിരലിന്റെ ഒരു അറ്റമാണെങ്കിൽ പോലും മുറിച്ചു കളയാൻ നമുക്ക് ആർക്കും മനസ്സ് വരില്ല. അങ്ങനെ മനസ്സോടെ അവസാനം തള്ളവിരൽ പോയിട്ട് രക്ഷപ്പെടുമെങ്കിൽ ആകട്ടെ എന്ന് വിചാരിച്ചു. തള്ളവിരൽ മുറിച്ചു, മാറിയില്ല. ഡോക്ടേഴ്സ് പറഞ്ഞു, വിദഗ്ധമായ പരിശോധനയ്ക്ക് ശേഷം ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് വിരലുകൾ ഇങ്ങനെ മുറിക്കേണ്ടി വരും. അങ്ങനെ 4-5 വിരൽ മുറിച്ചു, മാറിയില്ല. കാൽപ്പത്തിയുടെ പകുതി ഭാഗം മുറിച്ചു. ഞാൻ അവിടെ കാണാൻ പോയി, കാൽപ്പത്തിയുടെ പകുതി മുറിച്ചിട്ടുണ്ട്. പിന്നെയും ഡോക്ടർ പറയുന്നത് പഴുപ്പ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ പ്രായമുള്ള ജീവിതത്തിന്റെ എല്ലാം അനുഭവിച്ച് തീർന്നൊരു മനുഷ്യനല്ല. 40-50 ഇടയിലുള്ള നല്ല റാഹത്തുള്ള ഒരു സമയത്താണ് പെട്ടെന്ന് ഇത് വരുന്നത്. ഇപ്പൊ കാലിന്റെ മുട്ടിനു താഴെ മുറിച്ചു മാറ്റണമെന്ന് പറഞ്ഞ് ആ സ്റ്റേജിൽ ഹോസ്പിറ്റലിലാണ്. എല്ലാവരോടും ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല പെട്ടെന്ന് ശിഫയായി കൊടുക്കുമാറാവട്ടെ, സലാമത്ത് അല്ലാഹു നൽകുമാറാവട്ടെ. ഇങ്ങനെ ഒരു നിമിഷ നേരം കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഈ സുഖത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് തിരിച്ചെടുക്കുമ്പോഴാണ് അതിന്റെ വില നമുക്കറിയാം. ഈ കാലുപോയ മനുഷ്യനോട് നമ്മൾ പോയിട്ട് എനിക്ക് കണ്ണുണ്ടല്ലോ, കൈയുണ്ടല്ലോ, എല്ലാം അനുഭവിക്കാൻ പറ്റുന്നുണ്ടല്ലോ, കുറെ കാലം നടന്നില്ലേ, ഇനി കുറച്ചൊക്കെ റെസ്റ്റ് എടുക്കാലോ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ പറയും, കാലാണല്ലോ നഷ്ടപ്പെട്ടത്, കണ്ണൊക്കെ ആണെങ്കിലും നടക്കാമായിരുന്നല്ലോ, ആരെങ്കിലും പിടിച്ചുകൊണ്ടും എല്ലായിടത്തേക്കും പോകാമായിരുന്നല്ലോ എന്ന്. കാല് നഷ്ടപ്പെടുമ്പോ മനുഷ്യൻ പറയും. ഇനി കണ്ണാണ് നഷ്ടപ്പെടുന്നെങ്കിൽ ആ മനുഷ്യൻ പറയും, കണ്ണായിപ്പോയി, വേറെ ഏതെങ്കിലും അവയവത്തിനായിരുന്നെങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഓരോ അവയവത്തിനും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമുക്ക് അല്ലാഹു തആല തന്നിട്ടുള്ള ഈ അനുഗ്രഹങ്ങളെ ശരിക്കും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുക. അല്ലാഹു മരണം വരെ നമ്മുടെ ഈ നല്ല ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം തന്ന് നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുമ്പോ നമ്മുടെ സ്വഭാവങ്ങളിൽ വരുത്തേണ്ട പ്രധാനപ്പെട്ട ചില മഹത്തായ സ്വഭാവങ്ങളാണ് എല്ലാവരോടും വിട്ടുവീഴ്ച, എല്ലാവരോടുള്ള സ്നേഹത്തോടുള്ള പെരുമാറ്റം. ഇങ്ങോട്ട് സ്നേഹത്തോടെ പെരുമാറാത്തവനോടും നല്ല പെരുമാറ്റം നമ്മൾ അങ്ങോട്ട് പെരുമാറണം. നിങ്ങളെ ബന്ധം വിച്ഛേദിച്ച് മാറ്റി നിർത്തിയവനോടും നല്ല രീതിയിൽ അങ്ങോട്ട് പെരുമാറണമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. മൂന്നാമതായി പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് തരാതെ തടഞ്ഞു വെച്ചവനും ഇങ്ങോട്ടൊന്നും തരില്ല, നിങ്ങളെ അവഗണിക്കും, അവനെ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ അത് കൊടുത്തോളണം എന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. അത് നല്ല സ്വഭാവമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ ആക്രമിച്ചവർക്കും മുത്തുനബി അഫ്വ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് മോശമായി പെരുമാറിയവരോട് സ്നേഹത്തോടെ അങ്ങോട്ട് പെരുമാറിയിട്ടുണ്ട്. തിരിച്ചു കൊടുക്കാൻ അർഹതപ്പെട്ട പകരത്തിന് പകരം കൊടുക്കേണ്ടിടത്തും മുത്തുനബിയുടെ സ്വഭാവ മഹിമ അത് വല്ലാതെ ശത്രുവിനെ പോലും ആകർഷിച്ചത് നേരത്തെ നമ്മൾ കേട്ടല്ലോ. അങ്ങനെ നല്ല സ്വഭാവത്തിന്റെ ഉടമകൾ ഈ 3 പ്രധാന ഗുണങ്ങളാണ് ഹുസ്നുൽ ഖുൽഖിന് ഉണ്ടാകേണ്ടത്. തുഅതി മൻ ഹറമക വതസിലു മൻ ഖതഅക വതഅഫു അമ്മൻ ളലമക. ഈ 3 ഉന്നതമായ സ്വഭാവം ഇത് ദാഇകൾക്ക് പ്രത്യേകമായി വേണം, പൊതുവായി മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും വേണം. നമ്മളെല്ലാം പ്രതിനിധീകരിക്കുന്നത് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആളുകളായിട്ടാണ്. നമ്മെ കണ്ടാണ് പലരും ഇസ്ലാമിനെ വിലയിരുത്തുന്നത്. മുസ്ലിമിന്റെ ജീവിതം, മുസ്ലിമിന്റെ എല്ലാ സ്വഭാവങ്ങളും അത് ഇസ്ലാമായിട്ട് ആളുകൾ മനസ്സിലാക്കും. നമ്മളിൽ നിന്നുണ്ടാകുന്ന ചില കുഴപ്പങ്ങൾ കൊണ്ട് ഇസ്ലാമിന് മോശമായ പേര് വന്നുകൂടാ, നമ്മളെ കൊണ്ട് ഈ ആദർശത്തിന് ഒരിക്കലും കോട്ടം വന്നുകൂടാ. അതുകൊണ്ട് നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി നമ്മൾ ജീവിക്കണം. നമ്മൾ ഈ ഭൗതിക ലോകത്ത് ചെയ്തു വെക്കുന്ന കാട്ടിക്കൂട്ടുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് എന്തെല്ലാം ആണ് ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്നത്. നമ്മുടെ ആഘോഷവേളകൾ ഇന്ന് പലപ്പോഴും ഇസ്ലാമിക വിരുദ്ധ
വിരുദ്ധമായ ആശയങ്ങൾ കടന്നുവന്ന് ഇസ്ലാമിന്റെ സൗന്ദര്യത്തെ നഷ്ടപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ആഘോഷവേളകളിലേക്ക് കടന്നു വരുന്നു എന്നത് നമ്മൾ അറിയാതെ നമ്മുടെ ഈ ഉമ്മത്തിനെ, നമ്മുടെ ഈ സമുദായത്തെ പറയിപ്പിക്കുന്ന സ്വഭാവങ്ങൾ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലേക്ക് വരെ കടന്നു വരികയാണ്. നമ്മുടെ വിവാഹവേളകൾ അത് ഏറ്റവും നല്ല സുന്നത്തിന്റെ, മുത്തുനബിയുടെ സുന്നത്തായ വലിയ പുണ്യകർമ്മമായി നമ്മൾ കാണണം. ആ വിവാഹവേളകളിൽ ആഘോഷങ്ങൾ പെരുത്ത് ഇന്ന് അത് ആഘോഷങ്ങൾ അക്രമാസക്തമായി. ഇന്ന് അവിടെ ഒരുമിച്ച് കൂടിയവരിൽ ചെറിയ മക്കൾക്ക് വലിയ അപകടം പിടിച്ച് ഐസിയുലും വെന്റിലേറ്ററിലുമായി പോകുന്ന രൂപത്തിൽ ആഘോഷവേളകൾ, കല്യാണത്തിന്റെ സദസ്സുകൾ മാറുന്നു. മുസ്ലിമിന്റെ വീട്ടിൽ നിന്ന് അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. നമ്മുടെ കാരണം കൊണ്ട് മറ്റൊരാൾക്ക് പ്രയാസമുണ്ടാകുന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതൊരിക്കലും അംഗീകരിക്കുന്നില്ല. നമ്മുടെ ആഘോഷങ്ങൾ അല്ലാഹുവിന്റെ ദീനിന് വലിയ മുതൽക്കൂട്ടാകുന്ന നല്ല ആശയങ്ങളായി മാറണം. നാം ആ ആശയങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യുമ്പോഴും ഇതെന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്, എന്നെ പടച്ച അല്ലാഹുവിന് ഇതിഷ്ടമുണ്ടോ, അവർ പൊരുത്തപ്പെടുമോ എന്ന് 100 തവണ ആലോചിച്ചു വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ. നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അല്ലാഹുവിന് തൃപ്തിയില്ലാത്ത, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മളിൽ ഒരിക്കലും തന്നെ വന്നുകൂടാ. നമ്മൾ ഈ ഇസ്ലാമിന്റെ ആശയത്തെ യഥാരൂപത്തിൽ ആളുകൾക്ക് അവതരിപ്പിച്ചു കൊടുക്കുന്നവരാണ്. നമ്മളാണ് വരും തലമുറയിലേക്ക് ഈ നല്ല വഴി കൈമാറി കൊടുക്കുന്നവർ. നമ്മളെ പൂർവ്വപിതാക്കൾ അവര് നമ്മിലേക്ക് നല്ല റാഹത്തായി കിട്ടിയ ആശയത്തെ ഒരു പോറലുമേൽക്കാതെ ഏറ്റവും നന്നായി നമ്മിലേക്ക് കൈമാറി തന്നു. ഇന്ന് നമ്മൾ അതിനു വേണ്ടി പണിയെടുക്കണം. നമ്മൾ സ്വന്തമായി ജീവിതത്തെ ചിട്ടപ്പെടുത്തിയത് കൊണ്ട് മാത്രം ഈ ദീനിന്റെ പൂർത്തീകരണമല്ല. നമ്മൾ പറഞ്ഞു കൊടുക്കണം, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ, നിങ്ങളിൽ നിന്നൊരു ഉമ്മത്ത് അവർ നല്ലതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന, യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, നല്ലത് കൽപ്പിക്കുന്ന, ചീത്ത കാര്യങ്ങളെ വെടിയുന്ന, ആളുകളോട് അത് പാടില്ല എന്ന് പറയുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായേ പറ്റൂ. അവരത് യഥാർത്ഥ രൂപത്തിൽ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം. ആ വലിയ ഉത്തരവാദിത്വമുള്ളവരാണ് നമ്മൾ. എന്റെ പ്രിയമുള്ള മുതഅല്ലിമീങ്ങളെ, ജനങ്ങളെല്ലാം വഴിമാറി സഞ്ചരിക്കുമ്പോഴും അവരെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ നന്നായി പണിയെടുക്കണം. പിന്നെ നമ്മൾ നന്നായി ദുആ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ വീട്ടിലെ എല്ലാ അംഗങ്ങൾക്ക് വേണ്ടിയും സമൂഹത്തിലെ ആളുകൾക്ക് വേണ്ടിയും മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പൊതുവെയും നമ്മുടെ ദുആ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണം. എല്ലാവരും നന്നായി കിട്ടണമെന്ന ഏറ്റവും നല്ലൊരു ചിന്ത നമ്മുടെ ഖൽബിൽ ഉണ്ടാകണം. നമ്മൾ അതിനു വേണ്ടിയിട്ട് ദുആ ചെയ്യുകയും നമ്മുടെ ഇബാദത്തുകൾ നന്നാക്കുകയും വേണം. ഇന്ന് അത്തരം കാര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞു വന്നു. നമുക്ക് വേണ്ടി തന്നെ ചോദിക്കാൻ നമുക്ക് സമയമില്ല. നല്ല സമയങ്ങൾ തെരഞ്ഞെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ സ്വകാര്യമായ ശാന്തമായ സമയത്തുള്ള പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകൾ നിങ്ങൾ അല്ലാഹുവിനോട് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. അതിന് അത്താഴ സമയം തിരഞ്ഞെടുക്കണം. രാത്രി പകുതിയായതിനു ശേഷമുള്ള 2 റക്അത്തെങ്കിലും ദീർഘമായ ഖുർആൻ ഓതിയിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ നിസ്കാരം നിർവഹിച്ച് നാം ചോദിക്കണം, നമ്മുടെ പരമ്പര നന്നായി കിട്ടാൻ, നമ്മുടെ അയൽപക്ക ബന്ധങ്ങൾ സുദൃഢമാകാൻ നല്ല നല്ല ദുആകൾ ചെയ്തുകൊണ്ടിരിക്കണം. അതോടൊപ്പം നമ്മെക്കൊണ്ട് മറ്റൊരാൾക്കും ശല്യമില്ലാതിരിക്കാൻ നാം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ നാവിനെ പ്രത്യേകം സൂക്ഷിക്കുക, നല്ലതിനു വേണ്ടി ഉപയോഗിക്കുക, ചീത്ത കാര്യങ്ങൾക്ക് വേണ്ടി അതിന് ഉപയോഗിക്കാതിരിക്കുക. ഏതു മനുഷ്യനും പ്രഭാത സമയത്ത് അതിരാവിലെ ഏതു മനുഷ്യന്റെയും നാവിനോട് മറ്റുള്ള അവയവങ്ങളെല്ലാം കൂടെ വന്ന് കേണപേക്ഷിക്കുന്ന ഒരു പ്രാർത്ഥന ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഇതാ